ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കടലുപ്പേരി ആയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തോരൻ ആവശ്യമുള്ള കടല എടുത്തിട്ടുണ്ട്. രാത്രി നമ്മൾ വെള്ളത്തിൽ കുതിർത്തിടണം. വെള്ളത്തിലിടുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ഒരു സവാളയും കൂടെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ സവാള എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സവാള എടുക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് കറുപ്പ് കളർ കാണാൻ പറ്റും. ഇതൊരു ഫംഗസാണ്. ആ ഫംഗസ് ഒരിക്കലും നമുക്ക് കഴിക്കാൻ പാടില്ലാത്തൊരു ഫംഗസാണ്. ഇങ്ങനെ കാണുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കടലയുടെ കൂടെ ഇട്ട് കൊടുക്കുക. 2-3 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ കടല വെന്തിട്ടുണ്ടാവും കേട്ടോ. കടലയുടെ പഴക്കം അനുസരിച്ചായിരിക്കും കേട്ടോ വേവാൻ എടുക്കുന്ന സമയവും. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി തോരൻ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി കളയാൻ പറ്റും. ഇപ്പോൾ തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് എല്ലാം ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടി. ഇനി ഇവയെല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ ആ പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ മൂപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കടല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കടല നന്നായിട്ട് വേവണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അത് കളഞ്ഞിട്ട് തന്നെ ഒഴിക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഉണ്ട് കടലയിൽ, അത് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. നമുക്കിത് മൂപ്പിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചിരവിയിടാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ തേങ്ങ ഇതിനകത്ത് ഇട്ടിട്ടില്ല. ഓൾറെഡി കടലയ്ക്കൊരു കൊഴുപ്പുണ്ട്, പിന്നെ തേങ്ങ ഇടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങ ഇടാഞ്ഞത്. അപ്പോൾ നമ്മുടെ കടല തോരൻ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം എരിവില്ലാതെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.